Exercise 7.8 question 3 എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഇവാലുവേറ്റ് ദി ഫോളോയിങ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആസ് ലിമിറ്റ് സം. ഇന്റഗ്രൽ 2 to 3 x square dx 19/3 ആണ്. ഒരു ഇന്റഗ്രൽ ലിമിറ്റ് സം ആണെന്ന് എഴുതുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഇന്റഗ്രൽ a to b f of x dx is b minus a times limit n approaches infinity 1/n f of a plus h f of a plus 2h etc up to f of a plus n minus 1h. നമ്മൾ അവിടെ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഡെൽറ്റ എക്സ് ടൈംസ് ഓരോ എഫ് ഓഫ് എക്സ് എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ ഡെൽറ്റ എക്സിന് വരും ഞാൻ എച്ച്, അതായത് വിഡ്ത്ത്, നമ്മൾ ഇതിനെ അതായത് പല 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 റെക്ടാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് ആണ് എച്ച് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതിന്റെ വാല്യൂ ബി മൈനസ് എ ബൈ എൻ ആണ്. അപ്പോൾ ഇവിടെ ബി മൈനസ് എ ബൈ എന്നിന്റെ വാല്യൂ 1/n വരും. ഓക്കെ, എയും ബി അവിടുത്തെ ലോവർ ലിമിറ്റ് ആണ്. ഓക്കെ, ബി മൈനസ് എ ബൈ എൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡെൽറ്റ എക്സിന് ഇക്വലന്റ് ആയിട്ട് വരും. ഡെൽറ്റ എക്സ് ടൈംസ് ഒരു വെർട്ടിക്കൽ ഹൈറ്റ്, ഒരു ഇന്റർവൽ എടുത്ത എഫ് ഓഫ് എ എന്നാണ് ഡെൽറ്റ എക്സ് ടൈംസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് അവിടുത്തെ ഏരിയ. ഇനി രണ്ടാമത്തെ ഡെൽറ്റ എക്സ് ടൈംസ് അടുത്ത എഫ് ഓഫ് എ പ്ലസ് എച്ച് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ഏരിയ. അങ്ങനെ നമുക്ക് സക്സസീവ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇത് രണ്ടാമത്തെ ഡെൽറ്റ എക്സ്, ഈ വെർട്ടിക്കൽ ഹൈറ്റ് എഫ് ഓഫ് എ പ്ലസ് എച്ച്, അത് വെച്ച് നമുക്ക് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 3 - 2 ലിമിറ്റ് ഇൻഫിനിറ്റി 1/n എഫ് ഓഫ് 2 എന്തുകൊണ്ടാണ്? എ എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 2 ആണ്. എ പ്ലസ് എച്ച് എഫ് ഓഫ് 2 പ്ലസ് 1/n, ഇത് എഫ് ഓഫ് 2 പ്ലസ് 2/n എഫ് ഓഫ് എൻ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച്. എന്ത് ടൈം എന്ന് പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് 1 ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എച്ച് എന്ന് വരും. അപ്പോൾ അത് 2 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ചിന് വരും 1/n എന്ന് വരും. ഓക്കെ, അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 2 സ്ക്വയർ, കാരണം എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അടുത്ത 2 പ്ലസ് 1/n ഹോൾ സ്ക്വയർ. എഫ് ഓഫ് 2/n എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2 പ്ലസ് 1/n എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1/n ഹോൾ സ്ക്വയർ. എഫ് ഓഫ് 2 പ്ലസ് 2/n എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 2/n ഹോൾ സ്ക്വയർ എക്സെട്രാ അപ് ടു ലാസ്റ്റ് ടൈം. ഇനി ആ ഒരു എക്സ്പ്രഷന്റെ മീനിങ് എന്താണെന്നുള്ളത് നോക്കുക. ഈ ഒരു ഇന്റർവൽ എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ഓരോ എച്ച്, ഈ വിഡ്ത്ത് ആയിരിക്കും ഒരു എച്ച്, ഈ വിഡ്ത്ത് ആയിരിക്കും ഒരു എച്ച്. ഓക്കെ, എച്ചിന് വരെ ഞാൻ എന്തെന്ന് എടുക്കുന്നു? ഡെൽറ്റ എക്സ് എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടും? എച്ച് ടൈംസ് എഫ് ഓഫ് എക്സ് 0. ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? എച്ച് ടൈംസ് എഫ് ഓഫ് എക്സ് 1. സോ ബേസിക്കലി ഈ ഒരു സിറ്റുവേഷനിൽ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടും? എച്ച് ഓഫ് എഫ് ഓഫ് എക്സ് 0, എഫ് ഓഫ് എക്സ് 1, എഫ് ഓഫ് എക്സ് 2 എക്സെട്രാ അപ് ടു എഫ് ഓഫ് എക്സ് എൻ മൈനസ് 1. ഓക്കെ, അടുത്ത നമുക്കറിയാവുന്ന പ്രോപ്പർട്ടിയാണ്. എക്സ് 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? എക്സ് 0ൻ്റെ അടുത്ത് ഒരു എച്ച് ആഡ് ചെയ്താൽ മതി. സിമിലർലി എക്സ് 2 എങ്ങനെ കിട്ടും? എക്സ് 0ൻ്റെ കൂട്ടത്തിൽ 2h ആഡ് ചെയ്താൽ മതി. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്കത് കിട്ടുന്നത്. എക്സ് 0 a1 x പ്ലസ് എച്ച് x2 എത്രയായിരിക്കും? a പ്ലസ് 2h. ഇനി അവിടെ ആ എച്ച് എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? ബി എന്ന് പറയുന്നത് എ പ്ലസ് എൻ എച്ച് ആണ്. എൻ ഇൻ്റർവൽ കഴിഞ്ഞാൽ ബിയിലെത്തുള്ളൂ. അപ്പോൾ എൻ എന്ന് പറയുന്നത് ബി മൈനസ് എ ബൈ എൻ ആണ്. എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആകുമ്പോൾ ആ ഇൻ്റർവലിൻ്റെ വിഡ്ത്ത് എത്രയാകും? 0 ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നിൻ്റെ വാല്യൂ 0 എന്നനുസരിച്ച് ലെഫ്റ്റ് ഇൻ്റർവൽ എടുത്താൽ റൈറ്റ് ഇൻ്റർവൽ എടുത്താൽ അതിൻ്റെ ഡിഫറൻസ് എത്രയായിരിക്കും? വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് എച്ച് ടൈംസ് എഫ് ഓഫ് എക്സ് 0 എഫ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നു. അവിടെ ലെഫ്റ്റ് എല്ലാ ഇൻ്റർവൽ ലെഫ്റ്റ് വാല്യൂ ആണ് എടുത്ത്, ഈ ക്യാപിറ്റൽ എസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻ്റർവലിലെ റൈറ്റ് വാല്യൂ ആണ് എടുത്തത്. അപ്പോൾ ഇന്റഗ്രൽ a to b f of x dx ലിമിറ്റ് h അപ്രോച്ചസ് ടു h ടൈം ഇന്റർവൽ വിഡ്ത്ത് ടൈംസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് 1 ആണ്. ഇത് എത്രയാണ്? എക്സെട്രാ അപ് ടു ഇത് എക്സ് എൻ ആണ്. എക്സ് എൻ ആണ് നമ്മുടെ ഏതായിട്ടാണ് ലെഫ്റ്റ് വാല്യൂ ആയിട്ട് എടുക്കുന്നതെങ്കിൽ അതിന് തൊട്ട് ഫ്രണ്ടിൽ എക്സ് എൻ മൈനസ് 1 ആയിരിക്കും ഇവിടെ വരുന്നത്. എക്സ് എൻ മൈനസ് 1. ഓക്കെ, സോ ഇന്റഗ്രൽ a to b f of x dx എച്ചിന് വരെ ഞാൻ എന്ന് എഴുതി ബി മൈനസ് എ ബൈ എൻ എഫ് ഓഫ് എ പ്ലസ് എച്ച് എക്സെട്രാ അപ് ടു എഫ് ഓഫ് എ പ്ലസ് എൻ മൈനസ് 1h. എച്ചിൻ്റെ വാല്യൂ ബി മൈനസ് എ ബൈ എൻ എന്ന് പറയുന്നത് എൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആകുമ്പോൾ എത്രത്തിലോട്ട് പോകും? 0 പോകും. അങ്ങനെയാണ് ഇന്റഗ്രൽ a to b f of x dx എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, നൗ അങ്ങനെയാണ് ഈ ഒരു എക്സ്പ്രഷൻ. അപ്പോൾ a2ഉം b3യും വന്നു കഴിഞ്ഞാൽ എച്ച് ബി 3 - 2/n 1/n വരും. എഫ് ഓഫ് എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് 2h എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെ എന്തിരിക്കുന്നു? വന്നിരിക്കുന്നു. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എഫ് ഓഫ് 2 വരും. എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2. ഇവിടെ എച്ച് എന്ന് പറയുന്നത് 1/n ആണ്. അപ്പോൾ
2 + 1/n എന്ന് വരും. എഫ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? ഈ ഒരു വാല്യൂ എഫ് ഓഫ് 2 + 1/n ആയിട്ട് മാറും. ഓഫ് 2 + 1/n എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 + 1/n ഹോൾ സ്ക്വയർ. എഫ് ഓഫ് 3 നെക്സ്റ്റ് വാല്യൂ എത്രയായിരിക്കും? 2 + 2/n. കാരണം എത്രയാണ്? 2h. ഇൻ ലാസ്റ്റ് വാല്യൂ എഫ് ഓഫ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച്. സോ 2 + n - 1 ഇൻറ്റു എച്ചിന് വരെ 1/n. അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ആ വാല്യൂ എത്രയാണോ അതിൻ്റെ സ്ക്വയർ. അതിനുള്ള ലിമിറ്റഡ് ടെമ്പറേച്ചർ ഇൻഫിനിറ്റി 1/n ടൈംസ് 2 square plus 2 + 1/n whole square plus 2 + 2/n whole square etc. up to 2 + n - 1 into 2 + n - 1/n whole square എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം ഓരോ എക്സ് വാല്യൂ ആണ്. നമ്മൾ ആ ഗിവൺ ഇന്റർവെലിനെ പല പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഞാൻ എന്ത് ചെയ്തു? ഓരോ ടൈമിനെ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് പ്രീവിയസ് ടൈമിൽ കാണുന്ന പോലെ തന്നെ എന്തായിരിക്കും? ഇതിൽ കാണുന്ന ഓരോ ടൈമിനെയും നമ്മൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യാണ്. ഓക്കെ, ഇതിൽ കാണുന്ന ഓരോ ടൈമിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്? 2 + 1/n whole square a + b whole square ഫോർമുല ഉപയോഗിച്ചു. എന്താണ് a + b whole square ഫോർമുല? a + b whole square equal to a square + 2ab + b square. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 2 + 1/n whole square എന്ന് പറയുന്നത് എന്ത് വന്നിരിക്കുന്നത്? ഈ ഒരു ഫോർമുല. 2 square + 1/n whole square 2 times 1/n. അടുത്തത് ലാസ്റ്റ് ടൈമിനെ അങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈമിന്റെ സ്ക്വയർ പ്ലസ് എന്താണ്? സെക്കൻഡ് ടൈമിന്റെ സ്ക്വയർ n - 1/n whole square പ്ലസ് 2 ടൈംസ് ഫസ്റ്റ് ടൈം ടൈംസ് ലാസ്റ്റ് ടൈം. അങ്ങനെ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ടൈമിനെ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടൈമിന്റെ എക്സ്പാൻഷൻ എത്രയായിരിക്കും? 2 square പ്ലസ് 2/n whole square 2 times 2/n. അതാണ് നമ്മുടെ രണ്ടാമത്തെ ടൈമായിട്ട് കിട്ടുന്നത്. ഇനി ഇതിൽ നിന്നൊരു കോമൺ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. പിന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, പാറ്റേൺ ഇതാണ്. എല്ലാ ടൈമിനും 2 square ഉണ്ട്. ഫസ്റ്റ് ടൈം ആണെങ്കിലും ശരി, സെക്കൻഡ് ടൈം ആണെങ്കിലും ശരി, തേർഡ് ടൈം ആണെങ്കിലും ശരി, ഫോർത്ത് എന്ത് ടൈം ആണെങ്കിലും. അതുകൊണ്ടാണ് 2 square എല്ലാ ടൈമിനും വെളിയിലെടുത്തു. അത് എത്ര തവണയുണ്ട്? n ടൈംസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ടൈമിലും ഇവിടെ 1/n² ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടൈമിൽ ഏത് ടൈം വരും? 2/n² ഉണ്ട്. ലാസ്റ്റ് ടൈമിൽ n - 1/n whole square ഉണ്ട്. അതായത് ഇവിടുത്തെ നടുക്കത്തെ ടൈം ആണ് വരുന്നതെന്ന് വിചാരിച്ചു. അതായത് ഇവിടെ കിടക്കുന്നൊരു ടൈം. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? 2 square പ്ലസ് 2/n whole square പ്ലസ് 2 times 2/n. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കിട്ടും? രണ്ടാമത്തെ ടൈമിൽ നിന്ന് 2/n ഹോൾ സ്ക്വയർ വന്നു. 3/n whole square. ലാസ്റ്റ് ടൈമിന് n - 1/n whole square വന്നു. n - 1/n whole square. ഇതാണ് n - 1/n whole square. അടുത്തത് 4 മൾട്ടിപ്ലൈ എടുത്തു. 4 ടൈംസ് ഇവിടെ വരുന്ന 1/n. രണ്ടാമത്തെ ടൈമിൽ വരുന്ന 2/n. അങ്ങനെയാണ് ലാസ്റ്റ് ടൈമിൽ വരുന്ന എത്ര പറ്റും? n - 1/n. അങ്ങനെ നമ്മൾ ഇതിനെ 3 2 സ്ക്വയർ ഉള്ളതെല്ലാം ഒടിപ്പിച്ചെടുത്തു. 1/n² 2/n² എക്സ്ട്രാ n - 1/n whole square ഉള്ള ഒറ്റ സെറ്റായിട്ട് എടുത്തു. 4 ടൈം 1/n പ്ലസ് 2/n പ്ലസ് 3/n അത്രയുള്ളത് വേറൊരു സെറ്റായിട്ട് എടുത്തു. 2 square പ്ലസ് 2 square പ്ലസ് n ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 square ടൈംസ് n എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4 ടൈംസ് n. കാരണം ഇവിടെ n ടൈം ഉണ്ട്. അപ്പം ടോട്ടൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ടൈം ഉണ്ട്, 2 square ടൈം 2, 3 ടൈം ഉണ്ട്, 2 square ടൈം 3. അപ്പോൾ n ടൈം ഉണ്ട്, 2 square ടൈംസ് n എന്ന് പറഞ്ഞാൽ 4n കിട്ടും. അടുത്തത് 1/n² വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 2 ഇത് എത്രയായിരിക്കും? 1 square പ്ലസ് 2 square പ്ലസ് 3 square എക്സെട്ര അപ് ടു n - 1 whole square എന്നുള്ളൊരു ടൈം വരും. ഓക്കെ, അടുത്ത ടൈം എടുത്തു കഴിഞ്ഞാൽ എത്ര വെളിയിലെടുക്കാം? 4/n വെളിയിലെടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര അപ് ടു n - 1 എന്നുള്ളൊരു ടൈം വരും. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ എന്താണ്? സിഗ്മ n². സിഗ്മ n²ന്റെ ഫോർമുല എത്രയാണ്? n ടൈംസ് n പ്ലസ് 1 ടൈംസ് 2n പ്ലസ് 1/6. i ഈസ് ഈക്വൽ ടു 1 to n. കറക്റ്റ് അല്ലേ?
അങ്ങനെയാണെങ്കിൽ സിഗ്മ n മൈനസ് 1 സ്ക്വയർ എത്രയായിരിക്കും? ഈക്വൽ ടു 1 to n മൈനസ് 1. എന്നിന് ഒരു n മൈനസ് 1 എന്നിട്ട് കൊടുക്കുക. n മൈനസ് 1 ടൈംസ് n മൈനസ് 1 പ്ലസ് 1 ടൈംസ്. ഓക്കെ, നൗ നമുക്കിവിടെ താഴെ ചെയ്യാം. സിഗ്മ n മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? n മൈനസ് 1 ടൈംസ് ഓക്കെ n is equal to 1 to infinity. n minus 1 times n minus 1 plus 1 times 2 times n minus 1 plus 1 divided by 6. Simplify the എത്ര കിട്ടും? n minus 1 times n times 2n minus 2 plus 1. So 2n minus 1 divided by 6. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിഗ്മ n ക്യൂബ് സിഗ്മ n എന്ന് പറയുന്നത് എത്ര കിട്ടും? n ടൈംസ് n plus 1 by 2. സിഗ്മ n minus 1 എന്ന് പറയുന്നത് എത്ര കിട്ടും? n minus 1 ടൈംസ് n by 2. അതുകൊണ്ടാണ് ഈ ഒരു സമ്മ ബ്ലൂ n ടൈംസ് n മൈനസ് 1 by 2 അത് n മൈനസ് 1 വരെയുള്ള ടൈമിന്റെ സമ്മാണ് മാറിയിരിക്കുന്നത്. ഈ ഒരു ഗ്രീൻ ടൈം n ടൈംസ് n മൈനസ് 1 ടൈം 2n മൈനസ് 1 by 6 എന്നുള്ള രീതിയിൽ എന്തിരിക്കുന്നത് മാറിയിരിക്കുന്നത്. കാരണം ഈ ഒരു സെറ്റിലെ കോമൺ എന്ന് പറയുന്നത് n വരെയുള്ള ടൈമിന്റെ സമ്മല്ല, n മൈനസ് 1 വരെയുള്ള ടൈമിന്റെ സമ്മാണ്. അതുകൊണ്ടാണ് n ടൈംസ് n മൈനസ് 1 by 2 എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഈ കാണുന്നത് n മൈനസ് 1 ഹോൾ സ്ക്വയർ വരെയുള്ള നമ്പറിന്റെ എന്താണ്? സമ്മാണ്. n സ്ക്വയർ വരെയുള്ള എന്റെ സം എന്ന് പറഞ്ഞാൽ n ടൈംസ് n പ്ലസ് 1 ടൈംസ് 2n പ്ലസ് 1 by 6 ആണ്. അപ്പൊ n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കണം? n-ന് വരെ കൊണ്ടുപോയി n മൈനസ് 1 എന്ന് ഇട്ട് കൊടുത്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ നമുക്ക് n മൈനസ് 1 ടൈംസ് n ടൈം 2n മൈനസ് 1 by 6 എന്നുള്ള എന്ത് കിട്ടും? ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഈ കാണുന്ന ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, സിമിലർലി n എന്ന് പറയുന്നത് ന്യൂമറേറ്റർ അല്ലേ? n വരെയുള്ള ടൈമിന്റെ സം n ടൈംസ് n പ്ലസ് 1 by 2. ഇനി n മൈനസ് 1 വരെയുള്ള ടൈം ആണെങ്കിൽ n മൈനസ് 1 ടൈംസ് n by 2. ഇനി ഈ ഒരു n മൈനസ് 1 എന്നുള്ള ടൈമിൽ നിന്ന് n വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഈ ഒരൊറ്റ ടൈം ശ്രദ്ധിക്കുക. അത് n ടൈംസ് രണ്ടാമത്തെ ടൈമിൽ നിന്ന് n വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് 1 മൈനസ് 1 by n ആയിട്ട് മാറും. മൂന്നാമത്തെ ടൈമിൽ നിന്ന് n വെളിയിൽ എടുത്താൽ അത് 2 മൈനസ് 1 by n ആയിട്ട് മാറും. ഓൾ ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 6. ഡിനോമിനേറ്റർ n സ്ക്വയറും ഉണ്ട്. ആ ഒരു എന്നും ഈ ഒരു എന്നും ഈ ഒരു n സ്ക്വയറും കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അപ്പം നമുക്ക് ഇവഞ്ചലി എന്ത് കിട്ടും? ആ കിട്ടുന്നതാണ് n ടൈംസ് 1 മൈനസ് 1 by n 2 ടൈംസ് 2 ടൈംസ് 1 മൈനസ്. അതാണ് ഈ കാണുന്ന ടൈം ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞ ഈ ഒരു കാണുന്നത്. നെക്സ്റ്റ് സെറ്റിൽ എന്നും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 ടൈംസ് 2 കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 മൈനസ് 2 ആവും. 2 മൈനസ് 2 by n. അടുത്തിനി നമ്മൾ എന്തെടുക്കണം? എന്നിന്റെ വാല്യൂ ഇൻഫിനിറ്റി. എന്നിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? എന്നിന്റെ വാല്യൂ വെരി 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 ലാർജ് ആണെങ്കിൽ 1 by n വെരി 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 സ്മോൾ ആണ്. കാരണം എന്തുകൊണ്ടാണ്? 1 by വെരി 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 ലാർജ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 1 by വെരി വെരി ലാർജ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഒരു ടേം 0 ആവും, ഈ ഒരു ടേം 0 ആവും, ഈ ഒരു ടേം 0 ആവും. സോ 4 പ്ലസ് 1 by 6 ടൈംസ് 2 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. 1 by 6 ടൈംസ് 2 ആണ് 2 by 6 ആയിട്ട് മാറുന്നത്. പ്ലസ് 2. സോ അപ്പോൾ എത്ര കിട്ടും? 4 പ്ലസ് 2 പ്ലസ് 1 by 3 6 പ്ലസ് 1 by 3 നമുക്ക് എത്ര കിട്ടും? 19 by 3.